കൂട്ടത്തില് ഭയങ്കര സ്ട്രോങ് ആണ് ദിയ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പലപ്പോഴും പല സൈബർ അറ്റാക്കുകൾ വരുമ്പോഴും ആൾ സ്ട്രോങ് ആയിട്ട് തന്നെ അതിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം പലരും തളർന്നു പോയേക്കാവുന്ന അവസ്ഥ. അത്രയും മോശമായി സൈബർ അറ്റാക്ക് നടത്തിയ ആളുകളുണ്ട്. പക്ഷെ അതിനെ പോലും ഭയങ്കര കൂളായിട്ട് നേരിടുന്നത് കണ്ടിട്ടുണ്ട്. കൂട്ടത്തിൽ സ്ട്രോങ് ദിയ തന്നെയാണോ? അത് ഓരോരുത്തരും ഓരോ തരത്തിലാണ്. ദിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് നിരന്തരം തോൽക്കുന്ന ആളായിരുന്നു. ഓസി ഞാനും ചറപറ പൊട്ടിക്കൊണ്ടിരുന്നതാണ് എൻ്റെ കാലത്തും അവളുടെ കാലത്തും. പക്ഷേ അവളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാക്ക് പറയും, സ്ട്രഗിൾ ഈസ് സ്ട്രെങ്ത് എന്ന് പറയും. നമ്മളൊരു കൊടുങ്കാറ്റിന് വരുമ്പോൾ ഒഴിഞ്ഞു മാറില്ല, അതിനകത്തൂടി കടന്നു പോയാൽ പിന്നെ കാറ്റുകളൊക്കെ ചെറുതായി പോകും. പിന്നെ അതിനും വലിയ കൊടുങ്കാറ്റ് വന്നാലേ നമുക്ക് എപ്പോഴും പ്രയാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെല്ലുവിളിയല്ല, ചലഞ്ചായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അസാമാന്യ സക്സസ് ഉണ്ടാവും. പക്ഷെ അത് കടക്കണം. എന്ത് പറ്റും, ഇവൾ പഠിക്കുന്ന കാലത്തും ഇവളൊരു പ്രത്യേക നേച്ചർ. എല്ലാവരും എനിക്കുള്ള നേച്ചർ, ഞാൻ എല്ലാവരും തോടിക്കഴിയുന്നൊരു സ്വഭാവമുണ്ട്. എനിക്ക് തൊട്ടു പോകുന്നതാണ് ഇഷ്ടം. അവൾക്ക് അതേ നേച്ചറാണ്. അപ്പോൾ സ്കൂളിൽ തന്നെ അവൾ ഓസി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടും. എന്നാൽ സ്കൂളിനകത്ത് ഭയങ്കരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിട്ട് ഒരിക്കൽ തന്നെ സ്കൂളിൽ അവളെ കാണാനില്ല. അവിടെ അനൗൺസ് ചെയ്യുന്നു, വീട്ടിൽ വിളിച്ചറിയിക്കുന്നു, ഓസിയെ കാണാനില്ല. ഞാൻ പിന്നെ ഇതെന്ത് കേട്ടാലും കാണാനില്ല, വരും, എവിടം വരെ പോകാനാണ് എന്ന് ആലോചിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓസിയും ഒരു കൊച്ചു കുട്ടിയും കൂടി ടോയ്ലറ്റിന് അവിടെ നിന്ന് നടന്നു വരുന്നു. ഭയങ്കര വിഷയം, എന്താ ഈ കൊച്ചു കുട്ടി ആരും പോലും അറിയില്ല. പക്ഷേ ഓസി എല്ലാവരും, ഓസി ചേച്ചി എല്ലാ കുട്ടികളും കൂടെ വരും. ഇപ്പം ഇവളുടെ താഴെ 2 പിള്ളേരുള്ളതുകൊണ്ടും ഈ ഹൻസികയൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് അന്ന് വയറിന് സുഖമില്ലാതാവുന്നു. അവൾ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ കുറച്ച് സമയം ഇരുന്ന് ഇവിടെ ക്ലീൻ ചെയ്ത് കുട്ടിയെ കൊണ്ടുവന്നു. ഈ സമയം കാണാതായി.